നമ്മൾ ലൈഫ് പ്രോസസ്സാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ന്യൂട്രീഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ന്യൂട്രീഷൻ ഇൻ ഹ്യൂമൻസ് ആണ്. മനുഷ്യനുള്ള ന്യൂട്രീഷൻ. എങ്ങനെയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ധാരാളം വ്യത്യസ്ത ഐറ്റം ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട്. ഓരോ സമയത്തും നമ്മൾ വ്യത്യസ്ത തരം ഭക്ഷണങ്ങളാണ് കഴിക്കാറുള്ളത്. ഓരോ സമയത്തും നമ്മൾ വ്യത്യസ്ത അളവിലാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. എന്തിനാണ് നമ്മളിങ്ങനെ വ്യത്യസ്ത തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നത്? രാവിലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായിരിക്കില്ല ഉച്ചക്ക് കഴിക്കുക, അതല്ല വൈകുന്നേരം കഴിക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരേ ഭക്ഷണമല്ല നമ്മൾ കഴിക്കുക. എന്തിനാണ് നമ്മളിങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കുന്നത്? അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും നിലനിൽപ്പിനും ആവശ്യമായ ന്യൂട്രിയൻസ് അടങ്ങിയ ഭക്ഷണമായിരിക്കണം. അങ്ങനെ ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വ്യത്യസ്ത തരം ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത്. എന്താ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ? ന്യൂട്രിയൻസ് ആർ ദി കെമിക്കൽ സബ്സ്റ്റൻസസ് പ്രസൻറ്റ് ഇൻ അവർ ഫുഡ് വിച്ച് നൗറിഷ് അവർ ബോഡി. നമ്മുടെ ശരീരത്തെ നൗറിഷ് ചെയ്യുന്ന, നമ്മുടെ ശരീരത്തെ പോഷക സമ്പുഷ്ടമാക്കുന്ന ഭക്ഷണത്തിലടങ്ങിയിട്ടുള്ള ഘടകങ്ങളെയാണ് നമ്മൾ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നത്. ന്യൂട്രിയൻസ് നമ്മൾ പ്രധാനമായിട്ട് 3 വ്യത്യസ്ത ഗ്രൂപ്പായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്നാമത് എനർജി ഈൽഡിങ് ന്യൂട്രിയൻസ്, മറ്റൊന്ന് ബോഡി ബിൽഡിംഗ് ന്യൂട്രിയൻസ്, മൂന്നാമത് ഗ്രോത്ത് റെഗുലേറ്റിംഗ് ന്യൂട്രിയൻസ്. 3 എണ്ണമാണ്. നമ്മളെ മൊത്തം ന്യൂട്രിയൻസ് നമ്മൾ 3ആയിട്ട് തിരിക്കുകയാണ്: എനർജി ഈൽഡിംഗ്, ബോഡി ബിൽഡിംഗ്, ഗ്രോത്ത് റെഗുലേറ്റിംഗ്. എനർജി ഈൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡുകളെയാണ് നമ്മൾ എനർജി ഈൽഡിംഗ് ഫുഡ്സ് ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നത്. കാർബോഹൈഡ്രേറ്റും ഫാറ്റുമാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂട്രിയൻസ്. പ്രോട്ടീനാണ് നമ്മുടെ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നത്. നമ്മൾ വളരുക, ശരീരത്തിൻ്റെ വളർച്ച എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നത് പ്രോട്ടീൻസാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ച കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് വൈറ്റമിൻസും മിനറൽസുമാണ്. നമ്മുടെ കാഴ്ചശക്തി ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ഓരോ കഴിവുകളും നമ്മുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റിനുമായി ബന്ധപ്പെട്ട അതുപോലെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഈ വൈറ്റമിൻസും അതേപോലെ മിനറൽസുമാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് കാർബോഹൈഡ്രേറ്റ്. നമ്മുടെ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സ്, എനർജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സാണ് കാർബോഹൈഡ്രേറ്റ്. ഒന്നുകിൽ ഷുഗർ, അല്ലെങ്കിൽ സ്റ്റാർച്ച്, അല്ലെങ്കിൽ സെല്ലുലോസ്. ഈ 3 രീതിയിലാണ് ഉണ്ടാവുക: ഷുഗർ, സ്റ്റാർച്ച്, സെല്ലുലോസ്. ഇതിലേതെങ്കിലും ഒരു രീതിയിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് കാർബോഹൈഡ്രേറ്റ് എത്തുക. ഷുഗർ, ഫ്രൂട്ട്സ്, മിൽക്ക്, ഷുഗർ കെയിൻ കരിമ്പ് പോലുള്ള സാധനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഷുഗറിൻ്റെ ഫോമിലാണ് കാർബോഹൈഡ്രേറ്റ് കിട്ടുക. ഉരുളക്കിഴങ്ങ്, ധാന്യങ്ങൾ, അതേപോലുള്ള സാധനങ്ങളിൽ നിന്നൊക്കെ സ്റ്റാർച്ചിൻ്റെ ഫോമിലാണ് നമുക്ക് കിട്ടുക. അതേസമയം സലാഡ് അല്ലെങ്കിൽ റോ വെജിറ്റബിൾസൊക്കെ നമ്മൾ കഴിക്കാറില്ല, കക്കരി, അതേപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അതിൽ നിന്ന് സെല്ലുലോസിൻ്റെ ഫോമിൽ റഫേജ് ആയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് എത്തുക. ഇത് 3 നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വ്യത്യസ്ത തരം കാർബോഹൈഡ്രേറ്റുകളാണ്. ഇതിലേതെങ്കിലും രീതിയിൽ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൽ എത്തിയിട്ടില്ല എങ്കിൽ നമ്മുടെ ബോഡിക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ശേഷി നഷ്ടപ്പെടും. മറ്റൊന്നുള്ളത് ഫാറ്റാണ്. കീപ് ദ ബോഡി വാം. നമ്മുടെ ബോഡി ചൂടുള്ളതാക്കി നിലനിർത്താൻ വേണ്ടി ഫാറ്റ് സഹായിക്കുന്നു. ട്രാൻസ്പോർട്ട് ഓഫ് ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ്. ചില വൈറ്റമിൻസ് ഫാറ്റിലായിരിക്കും സൊല്യൂബിൾ ആവുക. അങ്ങനെയുള്ള വൈറ്റമിൻസിന് ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്നു. നമ്മുടെ സാധാരണ എഡിബിൾ ഓയിൽസ്, വെളിച്ചെണ്ണയോ മറ്റു എണ്ണകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നില്ല, അത് നെയ്യ്, ബട്ടർ, മീറ്റ്, നട്ട്സ്, ഇതിൽ നിന്നൊക്കെ ധാരാളം ഫാറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തും. 1 ഗ്രാം ഫാറ്റ് ഓക്സിഡൈസ് ചെയ്യുന്ന സമയത്ത് 37 കിലോ ജൂൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. 37 അല്ലെങ്കിൽ 9 കിലോ കലോറി
എനർജി പ്രൊഡ്യൂസ് ചെയ്യും. കാർബോഹൈഡ്രേറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫാറ്റ്സ് നമുക്ക് നൽകുന്ന എനർജിയുടെ അളവ് വളരെ കൂടുതലാണ്. കാർബോഹൈഡ്രേറ്റിൽ നിന്ന് കിട്ടുന്നതിലും കൂടുതൽ എനർജി നമുക്ക് ഫാറ്റിൽ നിന്ന് കിട്ടും. പ്രോട്ടീനാണ് അടുത്ത ഘടകം. പ്രോട്ടീൻ നമ്മൾ ചെറുപയറൊക്കെ അല്ലേ, ചെറുപയറിൽ നിന്നൊക്കെ ഇതുപോലുള്ള പയർവർഗ്ഗത്തിൽ, പാലിൽ ഒക്കെ നമുക്ക് ധാരാളം പ്രോട്ടീൻ ഉണ്ടാവും. ഈ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് കൃത്യമായ രീതിയിൽ എത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരം വളരൂല. ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ മുലപ്പാൽ കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ അവർ വളർച്ചയിൽ അത് കാണിക്കും. തീരെ വളർച്ച ഉണ്ടാവില്ല ശരീരത്തിന്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില കുട്ടികളൊക്കെ ശരിക്ക് ബോഡി വളരെ ശോഷിച്ച ബോഡിയുള്ള കുട്ടികൾ. അതിൻ്റെ കാരണം അവർക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ ബോഡിയുടെ വളർച്ച ശരിക്കും നടക്കുന്നത് ഒരു 20 വയസ്സ് വരെ അല്ലെങ്കിൽ 18 വയസ്സ് വരെയുള്ള കാലയളവിലാണ്. ആ കാലയളവിൽ പ്രോട്ടീൻ ധാരാളമായി നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അത് കഴിഞ്ഞാലും നമ്മുടെ ബോഡിയുടെ മെയിൻ്റനൻസ് പ്രോസസ്സിന് പ്രോട്ടീന് ആവശ്യമുണ്ട്. മറ്റൊന്ന് വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻസ് നമ്മളോട് സാധാരണ പറയാറുണ്ടല്ലേ, ഈ ക്യാരറ്റ്, പച്ച ഇലകൾ, ഇലക്കറികളൊക്കെ ധാരാളം ഭക്ഷിക്കണം നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെ പറയാനുള്ള കാരണം ഇതിൽ നിന്നൊക്കെ ധാരാളം വൈറ്റമിൻസ് നമ്മളെ ശരീരത്തിന് കിട്ടും. വൈറ്റമിൻ എ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ്. ഈ വൈറ്റമിൻ എയുടെ ഷോർട്ടേജ് നമ്മളെ കാഴ്ചശക്തിയെ തകരാറിലാക്കും. കൃത്യമായിട്ട് നമുക്ക് കാഴ്ചശക്തി ഉണ്ടാവണമെങ്കിൽ വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വേണം. അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ഗ്രോത്ത്, മെയിൻ്റനൻസ്, ഇതിനൊക്കെ പല തരത്തിലുള്ള വൈറ്റമിൻസ് കൃത്യമായ അളവിൽ ആവശ്യമാണ്. ഏതെങ്കിലും വൈറ്റമിൻസിൻ്റെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഡെഫിഷ്യൻസി ഡിസീസ് ഉണ്ടാവും. പല രീതിയിലുള്ള രോഗങ്ങൾക്ക് കാരണമാവും. ചില വൈറ്റമിൻസൊക്കെ ഓവറായി കഴിഞ്ഞാൽ അതും നമ്മുടെ ശരീരത്തിന് ഹാംഫുള്ളാണ്. പക്ഷെ ചില വൈറ്റമിൻസൊക്കെ നമ്മുടെ ശരീരം തന്നെ ഓവറാകുമ്പോൾ പുറത്തേക്ക് കളഞ്ഞിട്ട് കൺട്രോൾ ചെയ്യുകയും ചെയ്യും. 2 രീതിയിലാണുള്ളത്. ഒന്ന് വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ്, മറ്റൊന്ന് ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ്. വാട്ടർ സൊല്യൂബിളിന് ഉദാഹരണമാണ് വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറയും നമ്മൾ, സി. ഫാറ്റ് സൊല്യൂബിളിന് ഉദാഹരണമാണ് വൈറ്റമിൻ എ, ഡി, ഇ ആൻഡ് കെ. കുറച്ച് വൈറ്റമിൻസും അതിൻ്റെ സോഴ്സ്, ഫങ്ഷൻസ്, അത് ഷോർട്ടേജ് കൊണ്ട് നമുക്കുണ്ടാകുന്ന രോഗങ്ങളൊക്കെ പറയുന്നുണ്ട്. വൈറ്റമിൻ എ നമുക്ക് പ്രധാനമായിട്ട് കിട്ടുന്നത് മിൽക്ക്, ക്യാരറ്റ്, ടൊമാറ്റോ, എഗ്ഗിൽ നിന്നൊക്കെയാണ്. നമ്മുടെ കണ്ണിനും അതേപോലെ സ്കിന്നിനൊക്കെ വളരെ ഉപകാരപ്രദമായ ആവശ്യമുള്ള ഘടകമാണിത്. ഇനി ഇതിൻ്റെ ഡെഫിഷ്യൻസി നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണമാകും. പുവർ വിഷന്, ഡിം ലൈറ്റ്, നല്ല വെളിച്ചത്തിൽ മാത്രമേ ശരിക്കും കണ്ണ് കാണുള്ളൂ. രാത്രിയും തീരെ കാഴ്ചയില്ലാത്ത അവസ്ഥ വരും. B1 മിൽക്ക്, പീസ്, സെറൽസ്, ഗ്രീൻ വെജിറ്റബിൾസ് എന്നൊക്കെ കിട്ടും. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇതിൻ്റെ ഷോർട്ടേജ്, വൈറ്റമിൻ B1ൻ്റെ ഷോർട്ടേജ് ബെറിബെറി എന്ന് പറയുന്ന ഒരു രോഗത്തിന് കാരണമാകും. വൈറ്റമിൻ B12 നമ്മുടെ ശരീരത്തിൽ ചുവന്ന രക്താണുക്കൾ, നമ്മുടെ ബ്ലഡിലുള്ള റെഡ് ബ്ലഡ് സെൽസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് B12 ഉപയോഗപ്പെടുത്തുന്നത്. അതിൻ്റെ ഷോർട്ടേജ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് അനീമിയ അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ, അരിവാൾ രോഗം എന്നൊക്കെ പറയുന്ന രോഗം ഈ B12ൻ്റെ ഷോർട്ടേജ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ സി, നെല്ലിക്ക, തക്കാളി, അതുപോലെ സിട്രസ് ഫ്രൂട്ട്, ഇതിലൊക്കെ ഉണ്ടാകുന്ന സാധനമാണ്. ബ്ലഡ് വെസൽസ് സ്ട്രോങ്ങും ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട്, പിന്നെ അതേപോലെ തന്നെ ആരോഗ്യകരമായ വളർച്ചക്കൊക്കെ വളരെ അത്യാവശ്യമുള്ള വൈറ്റമിനാണ് സി. അതിൻ്റെ ഷോർട്ടേജ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് സ്കർവി. നമ്മുടെ മോണയിൽ നിന്ന് ബ്ലഡ് വരുന്ന രോഗമാണ് സ്കർവി എന്നറിയപ്പെടുന്നത്. വൈറ്റമിൻ ഡിയുടെ ഷോർട്ടേജ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. എല്ല് വളരെ സോഫ്റ്റ് ആവുകയും പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാതെ എല്ലിന് ഒരു വളവൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള രോഗമാണ് റിക്കറ്റ്സ്. മിൽക്കിൽ അതേപോലെ ശരിക്കും രാവിലെയും വൈകുന്നേരമുള്ള സൂര്യപ്രകാശം നന്നായിട്ട് കൊണ്ടാൽ തന്നെ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും. സ്ട്രോങ് ബോൺസും ടീത്തിനൊക്കെ വളരെ അത്യാവശ്യമുള്ള സാധനമാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഇ നമ്മളെ സെൽ മെംബ്രെയിൻ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. വെജിറ്റബിൾ ഓയിൽ, മിൽക്ക്, ബട്ടർ എന്നൊക്കെ നമുക്ക് കിട്ടും. നമ്മളെ ഫെർട്ടിലിറ്റിയെ എഫക്റ്റ് ചെയ്യുന്നതാണ് വൈറ്റമിൻ ഇയുടെ ഷോർട്ടേജ്. വൈറ്റമിൻ കെ, ഗ്രീൻ വെജിറ്റബിൾസ് എന്നൊക്കെയാണ് നമുക്കത് കിട്ടുക. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും.
ഇനി വൈറ്റമിൻ കെയുടെ ഷോർട്ടേജ് കൊണ്ട് ഉണ്ടാകുന്നത് എക്സസീവ് ബ്ലീഡിംഗ് ആണ്. എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തുകയും ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ പോയിട്ട് ആൾ മരിച്ചുകയും ചെയ്യുന്ന രോഗമാണ് വൈറ്റമിൻ കെ കൊണ്ട് നമുക്ക് ഉണ്ടാവുക. മറ്റൊരു സാധനമാണ് മിനറൽസ്. അയൺ, കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം പോലുള്ള മിനറലുകൾ നമ്മുടെ ബോഡിയിൽ ആവശ്യമാണ്. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മതി, പക്ഷേ നമ്മുടെ ബോഡിയിൽ വളരെ അത്യാവശ്യമുള്ള മിനറലുകളാണ് ഇവയെല്ലാം. അയൺ നമുക്ക് കിട്ടുക ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്നൊക്കെയാണ് ധാരാളമായിട്ട് കിട്ടുക. ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അയൺ അത്യാവശ്യമാണ്. കാൽസ്യം മിൽക്ക് പ്രൊഡക്ട്സൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ മീനിൻ്റെയൊക്കെ മുള്ള് ഒക്കെ കാൽസ്യം കൊണ്ടുള്ളത്. മുള്ള് ഉൾപ്പെടെ നിന്ന് ചെറിയ ചെറിയ മത്സ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാൽസ്യം ധാരാളമായിട്ട് കിട്ടും. അതുപോലെ ചെമ്മീൻ പോലുള്ള ഞണ്ട് പോലുള്ള മീനുകളിൽ നിന്നൊക്കെ കാൽസ്യം കിട്ടും. സ്ട്രോങ് ബോൺസ്, ടീത്ത് ഇതിനൊക്കെ ആവശ്യമാണ്. ബോൺസ് അതേപോലെ ടീത്തൊക്കെ സ്ട്രോങ് ആവാൻ വേണ്ടി ആവശ്യമാണ്. മസിൽ മൂവ്മെൻറ്റ്, ക്ലോട്ടിങ് ഓഫ് ബ്ലഡിനൊക്കെ ആവശ്യമുള്ള സാധനമാണ്. പൊട്ടാസ്യം ഗ്രീൻ ആൻഡ് യെല്ലോ വെജിറ്റബിൾസിന് കിട്ടും. ഫോർ ഗ്രോത്ത് ആൻഡ് കീപ്പിംഗ് ഓസ്മോട്ടിക് ബാലൻസ് ഓഫ് സെൽ ആൻഡ് ബ്ലഡിൻ്റെയും സെല്ലിൻ്റെയും ഓസ്മോട്ടിക് ബാലൻസിന് വേണ്ടി സഹായിക്കും. അയഡിൻ സീ ഫുഡിൽ നിന്ന് അയഡൈസ്ഡ് സാൾട്ട് എന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു മിനറലാണ് അയഡിന്. ബോഡി മെറ്റാബോളിസം, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രെയിന്. അയഡിൻ്റെ ഷോർട്ടേജോടെ നമുക്ക് ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ എന്ന് പറയുന്ന രോഗം. നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. അതുപോലെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് വാട്ടർ. 65 മുതൽ 70% വരെ നമ്മുടെ ബോഡി വെയിറ്റ് വെള്ളം കൊണ്ടാണ്. നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ, ബോഡി ടെമ്പറേച്ചർ കൂടാതെ കൺട്രോൾ ചെയ്യാൻ, അതേപോലെ തന്നെ നമ്മളെ ബയോകെമിക്കൽ ആക്ടിവിറ്റീസിനൊക്കെ ഒരു മീഡിയം ക്രിയേറ്റ് ചെയ്യാൻ ഇതിനൊക്കെ വെള്ളം വളരെ അത്യാവശ്യമാണ്. നമ്മൾ ചുരുങ്ങിയതൊരു 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിച്ചിരിക്കണം എന്നാണ് പറയുന്നത്, നോർമലായിട്ടുള്ള നമ്മളെ ബോഡി പ്രോസസ്സുകൾ നടക്കാൻ വേണ്ടിയിട്ട്. മറ്റൊരു സാധനമാണ് റോ വെജിറ്റബിൾസ്, അതായത് നമ്മൾ വേവിക്കാത്ത പച്ചക്കറികൾ, നമ്മൾ റഫേജ് എന്ന് പറയാറുണ്ടല്ലോ, ആ സാധനം നമുക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മളെ ബൗൾ മൂവ്മെൻറ്റ്സിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് റോ വെജിറ്റബിൾസ്. ഇനി എന്താണ് ഈ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള അളവിൽ, കൂടാനും പാടില്ല കുറയാനും പാടില്ല, നമുക്ക് കിട്ടുന്ന ഭക്ഷണത്തെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുക. മനസ്സിലായല്ലോ? അതായത് എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അളവിൽ കിട്ടുന്ന ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഒരു ദിവസം കഴിക്കുക. അതിനാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വിളിക്കുക. ഇതിലേതെങ്കിലുമൊക്കെ കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെതായ പ്രശ്നങ്ങൾ വരും. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ബാലൻസ്ഡ് ഡയറ്റ്, നമ്മളൊന്നും ബാലൻസ്ഡ് ഡയറ്റ് കൃത്യമായി നോക്കിയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളല്ല നമ്മൾ. പക്ഷേ അങ്ങനെ കഴിക്കുന്ന ആളുകളുണ്ടാവും. നിങ്ങൾ ഒരു അറ്റാക്കൊക്കെ കഴിഞ്ഞൊരു പേഷ്യൻറ്റിനെ പോയിട്ടൊന്ന് സംസാരിച്ചാൽ മതി. അപ്പോൾ അയാളോട് ചോദിച്ചാൽ മതി എങ്ങനെയൊക്കെയാണ് ഭക്ഷണം. അപ്പോൾ അയാൾ പറഞ്ഞുതരും. അയാളുടെ വളരെ കൃത്യമായ ചാർട്ട് ഉണ്ടാവും. രാവിലെ 1 കപ്പ് ചായ, പിന്നെ 10 മണിക്ക് 1 കപ്പ് ജ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട്, കപ്പ് എന്ന് പറഞ്ഞാൽ അത് എത്ര മില്ലിയുടെ കപ്പാണെന്ന് വരെയുള്ളത് വളരെ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. എത്ര ഭക്ഷണം, എത്ര ചോറാണ് കഴിക്കേണ്ടത്, മറ്റുള്ള ഓരോ ഭക്ഷണങ്ങളും കഴിക്കേണ്ട അളവ്, ഓരോ ദിവസവും കഴിക്കേണ്ട അളവ് ഉണ്ടാവും. ശരിക്കും നമ്മളും അങ്ങനെയാണ് കഴിക്കേണ്ടത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി 2000 to 2200 കലോറി എനർജി ഉണ്ടെങ്കിൽ നോർമലായിട്ട് ഒരു ഹെവി വർക്കൊന്നും ചെയ്യാത്ത ഒരു ടീനേജറുടെ ഒരു ദിവസത്തെ എനർജി നീഡ്സ് കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ടോട്ടൽ എനർജി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനൊക്കെ എത്രയോ മുകളിലായിരിക്കും. നിങ്ങൾ ലേസൊക്കെ കഴിക്കുന്ന ആളുകളല്ലേ, അല്ലെങ്കിൽ അതേപോലുള്ള സ്നാക്സൊക്കെ കഴിക്കുന്നതല്ലേ, അതിൻ്റെയൊക്കെ പാക്കറ്റിന് മുകളിൽ എഴുതിയിട്ടുണ്ടാവും എത്ര എനർജി കിട്ടും ആ ഒരു പാക്കറ്റ് നമ്മൾ കഴിക്കുന്നതോടെ, അല്ലെങ്കിൽ അതിലുള്ള പെർ ഗ്രാം. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് കിട്ടുന്ന എനർജി. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എനർജിയും ബാക്കിയൊക്കെ നമ്മുടെ ശരീരത്തിൽ വേസ്റ്റായിട്ട് അടിഞ്ഞുകൂടും. അതുപോലെ തന്നെ മറ്റെല്ലാ ന്യൂട്രിയൻസും അത് ആവശ്യത്തിന് നമുക്ക് കിട്ടും വേണം, എന്നാൽ അമിതമാവാനും പാടില്ല. ആ രീതിയിലുള്ള നമ്മുടെ ഭക്ഷണത്തെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സാധാരണഗതിയിൽ ചെറുപയർ, കടലൊക്കെ നമ്മൾ ഉപയോഗിക്കും. ഉച്ചയ്ക്ക് നമ്മൾ മീൻ, ഇറച്ചിയൊക്കെ ഉപയോഗിക്കും. അതോടൊപ്പം ചോറ് കഴിക്കും. വൈകുന്നേരം മറ്റെന്തെങ്കിലും കഴിക്കും. ഇങ്ങനെ നമ്മളൊരു ദിവസത്തെ ടോട്ടൽ, അല്ലെങ്കിൽ നമ്മളൊരു ആഴ്ചയുടെ നമ്മൾ ടോട്ടൽ ഫുഡ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതൊരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കും. നമ്മൾ ഭക്ഷണം കഴിച്ചു എന്നതുകൊണ്ട് മാത്രം നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റ് ആവില്ല. ഈ പറയുന്ന ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, പാല്, മീൻ, ഇറച്ചി, മുട്ട തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുമ്പോൾ മാത്രമേ അത് ബാലൻസ്ഡ് ഡയറ്റായിട്ട് മാറുള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡൈജഷൻ പ്രോസസ്സ്, മെൻഷനിലെ ന്യൂട്രീഷണൽ ഡൈജഷൻ പ്രോസസ്സിനെ കുറിച്ച് നമുക്ക്
അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.